ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്നലെ അലീന ബബിതയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് സീനോട് കൂടിയായിരുന്നു നിന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അലീന പറഞ്ഞു, നീ ആണെങ്കിൽ ഞാൻ വന്ന നാൾ മുതൽ നീ അമ്മയുടെ കൂടി എന്നെ ശരിക്കും ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നേരമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം നീ അതിൻ്റെയൊക്കെ 10 ഇരട്ടി നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം സ്നേഹിച്ചപ്പോൾ എന്നെക്കുറിച്ചൊന്നും അറിയാതെ നീ എന്നെ അങ്ങനെ ഇപ്പം അതിൻ്റെ 100 ഇരട്ടി നീ എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞു. നീ അപ്പോൾ ബബിത പറഞ്ഞു, ഇനിയും ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വരത്തില്ലല്ലോ. അന്നേരം പറഞ്ഞു, ചേച്ചി എവിടെ പോകുന്നൊന്നും അവിടെ ഉള്ളവരെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ എവിടെ പോയാലും ഞാൻ ഇവിടെ തിരിച്ചു വരും. എൻ്റെ അനിയത്തിമാരെയും എൻ്റെ അനിയനെയും എൻ്റെ അച്ഛനെയൊക്കെ കാണാൻ ഞാനിവിടെ വരുന്നുണ്ട് എന്ന് അലീന പറയുന്നുണ്ട്. നീ ഈ വീട് നോക്കണം, കൃഷ്ണമോളെ നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം, അച്ഛനെയും എല്ലാവരെയും നോക്കണം നല്ലതായിട്ട് എന്നൊക്കെ അലീന ഇങ്ങനെ ബബിതയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് രോഹിത്തിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ബബിതയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. അതുവരെ അടക്കി നിർത്തുന്ന എല്ലാ സങ്കടത്തോടും കൂടി നല്ല രീതിയിൽ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പിന്നീട് അലീനയാണെങ്കിൽ രോഹിത്തിൻ്റെ മുറി ഗിഫ്റ്റുമായിട്ട് ചെല്ലും. ഗിഫ്റ്റ് കൊടുത്തിട്ട് രോഹിത്തിനോട് പറയും, നീ ആണെങ്കിൽ നല്ലതായിട്ട് പഠിക്കണം, ജോലിയൊക്കെ വാങ്ങിക്കണം, അനിയത്തിമാരെ നോക്കണം, എന്നിട്ട് വീട് നോക്കണം, അച്ഛനെ വിഷമിപ്പിക്കരുത്. ഇതൊക്കെ അലീന രോഹിത്തിനോട് പറയും. അപ്പോൾ രോഹിത്ത് പറയും, ചേച്ചി ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഇവിടെ വീട് നല്ലതാവുമെന്നാണോ ചേച്ചിയുടെ വിചാരം? അങ്ങനെയൊന്നും ആകത്തില്ല. അപ്പോൾ അലീന പറയും, അമ്മ വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ല ഇതാവും. നീ അപ്പം അച്ഛനെയും എല്ലാവരെയും നോക്കണം, അനിയത്തിമാരെയൊക്കെ നോക്കണം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കൃഷ്ണമോളെ കാണുമ്പോൾ കൃഷ്ണമോൾ ഭയങ്കര കരച്ചിൽ. ചേച്ചി ഇവിടുന്ന് പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ ഭയങ്കരമായിട്ട് കരച്ചിൽ. അപ്പോൾ കൃഷ്ണമോളോടും പറയുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും ഞാൻ ഇവിടെ വരുന്നുണ്ടല്ലോ, ഞാൻ ഇവിടെ വരും എന്നൊക്കെ കൃഷ്ണമോളോടും പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയും, ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയാണല്ലോ ചേച്ചി. അപ്പം കൃഷ്ണമോളെ ഇങ്ങനെ നോക്കുന്നുണ്ട് അലീന. അലീന ചേച്ചിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ചേച്ചി, അതിനുള്ള യോഗ്യത ചേച്ചിക്കേ ഉള്ളൂ എന്ന് കൃഷ്ണമോൾ പറയും. പിന്നീട് ബാലേട്ടനാണെങ്കിൽ ടെൻഷൻ അടിച്ചും വിഷമിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയിരിക്കും. അപ്പോൾ സ്റ്റാൻലി വിളിക്കും. സ്റ്റാൻലി വിളിച്ചിട്ട് പറയും, മേനോൻ ഞാനാണ്, സ്റ്റാൻലിയാണ്. പറഞ്ഞു, എന്താ കാര്യം, എന്താ തീരുമാനമായി? അപ്പോൾ പറയും, ഞാൻ തീരുമാനിച്ചു, എൻ്റെ മകളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് മറ്റുള്ളവരെയൊക്കെ കാണിച്ചോ? ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കാൻ സമയവും സന്ദർഭമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മകളെ കൂട്ടാനായിട്ട് വരുന്നുണ്ട്. എപ്പോഴാണെന്ന് ബാലൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, 2-3 ദിവസത്തിനകം ഞാൻ വരും. ഓക്കെ, എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ഇത് കഴിയുമ്പോൾ ഫോൺ വെച്ചിട്ട് ബാലനങ്ങ് ടെൻഷനും വിഷമമൊക്കെ ആവും. അലീന പോവുകയാണെന്നല്ലോ എന്നോർത്ത്. അപ്പോഴാണ് അലീന മുറിയിലോട്ട് കയറി വരും. കയറി വന്നിട്ട് ബാലൻ അവിടെ വിഷമിച്ച് നിൽക്കുന്ന ടെൻഷൻ അടിക്കുന്ന കാണുമ്പോൾ ചോദിക്കും, എന്താ പറ്റിയച്ചാ? നിനക്ക് പോകാനുള്ള വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു നിന്നെ വേണമെന്ന് ഇവിടത്തേക്ക്. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് വിഷമമായി. എന്നിട്ട് പിന്നെ ബാലൻ ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടോ നിനക്ക്? ഇനി എന്തെങ്കിലും വാങ്ങിക്കണോ? എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പോൾ പറഞ്ഞു, എനിക്ക് മാഡത്തിനെ കാണാം, മാഡത്തിനെ കണ്ടിട്ട് യാത്ര പറയണമെന്ന് പറയാം. അപ്പോൾ ചോദിക്കും, നീ എന്തിനാ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാ നീ ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഏറ്റവും കൂടുതൽ വൈജയന്തിയില്ലേ? അപ്പോൾ പിന്നെ നീ എന്തിനാ യാത്ര പറയാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, അതല്ല അച്ഛാ, എനിക്ക് യാത്ര പറയണം, അവിടെ ഉള്ളവരോട് എനിക്ക് യാത്ര പറയണമെന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, ഞാൻ അങ്ങോട്ട് വരില്ല. അപ്പോൾ അലീന പറയും, വേണ്ട അച്ഛൻ, ഞാൻ ടാക്സി വിളിച്ച് ഞാൻ പൊയ്ക്കോളാം അങ്ങോട്ട്. ഓക്കെ ആയിക്കോട്ടെ, പോയിട്ട് വന്നോ എന്ന് പറയുമ്പോൾ പിന്നീട് കാണിക്കുന്ന അലീന അങ്ങനെ വൈജയെ കാണാൻ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഈ മനു അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ചോദിക്കും, എന്താ വന്നത്? അന്നേരം പറയും, യാത്ര പറയാൻ വന്നതാ. ആരോട്? മാഡത്തിനോട് യാത്ര പറയാൻ വന്നതാ, പിന്നെ ഇവിടെ ഉള്ളവരോട്. അപ്പോൾ മനു ചോദിക്കും, എന്നോട് യാത്ര പറയാനൊന്നും ഇല്ലല്ലേ? അപ്പം മനു കയറി പോകുമ്പോൾ അലീന ഇവിടെ അങ്ങ് നിൽക്കും. അപ്പോൾ ചോദിക്കും, എന്താ അവിടെ നിൽക്കുന്ന? യാത്ര പറയാൻ വന്നതല്ലേ, പോയി യാത്ര പറയും, അതാ ആൻറ്റിയുടെ റൂം. അപ്പോൾ അലീന പോയി ഡോറെ തട്ടുമ്പോൾ വൈജ വന്ന് കഥ തുറക്കും. അപ്പോഴത്തേക്ക് മുഖമൊക്കെ വല്ലാത്ത ഭാവത്തിലാവും. ദേഷ്യം കടിച്ചമർത്തി ഇങ്ങനെ നിന്നിട്ട് അകത്തോട്ടങ്ങ് കയറിപ്പോവും. അകത്തോട്ട് കയറി ചെന്നിട്ട് വൈജയെ തന്നെ നോക്കി നിൽക്കും. അപ്പോൾ വൈജ ചോദിക്കും, എന്താ വന്നതാ? പറയും, യാത്ര പറയാൻ വന്നതാ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അതോടുകൂടി തീരുകയാണ്. അടുത്ത ദിവസം നമുക്കറിയാമല്ലോ, വൈജയുടെ നല്ലതായതുകൊണ്ട് വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങളെല്ലാം പറയുമല്ലോ.
അപ്പം അലീനയും ആഗ്രയിലെ കഥകളെല്ലാം എടുത്തിടുന്നുണ്ട്. അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനിയും വരുന്ന ദിവസങ്ങളിലുള്ളത്. അപ്പോൾ അത് കാണാൻ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.